ആ അടുത്ത റൗണ്ട് കേറാറായി. സുരിയെ വിളിക്കണ്ടേ? വേണോട്ടെ, തെങ്ങിക്കറുത്ത് മെഷീൻ വല്ല റെന്റ് കിട്ടുമെന്ന് പോട്ടെ. ഇനി ഇതിന്റെ പേരിൽ ആരെയും ഇങ്ങോട്ട് അടുപ്പിക്കാൻ നിൽക്കണ്ട. നമുക്കന്നെ ആ കേസ് വിട്ടേക്ക്. അച്ഛന്റെ സപ്തതി ഇങ്ങ് അടുക്കാറായി. നാട്ടുകാരെയൊക്കെ വിളിക്കണ്ടേ? പരിപാടി ചെറിയ രീതിയിൽ നടത്തുന്നുള്ള പറഞ്ഞ് നാട്ടുകാരൊക്കെ ഒഴിവാക്കാം. പക്ഷെ കുടുംബക്കാരെ വിളിക്കേണ്ടി വരില്ലേ? എടാ, സപ്തതി ആഘോഷിക്കുന്നുണ്ടെങ്കിൽ വിളിച്ചാ പോരെ, ഒരു പിണ്ണാക്കം വേണ്ട. തൽക്കാലം ആര് ചോദിച്ചാലും അച്ഛനൊന്ന് ഉഷാറായിട്ട് ഇതിനെപ്പറ്റി ഞങ്ങൾ ചിന്തിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ് ഒഴിവാക്കി. അല്ലെങ്കിൽ മനുഷ്യനോട് ഇളകിയിരിക്കുക. അതിന്റെ ഇടയിലാണ് ഇവിടെ എല്ലാവരും കൂടെ കൂട്ടി വിളിച്ച് സദ്യ കൊടുക്കല്. നല്ലൊരു വക്കീലിനെ കാണണം. ഉള്ള മുതൽ കയ്യിൽ പോകാതിരിക്കാൻ എന്ത് കളി കളിക്കണം അങ്ങേരോട് ചോദിക്കാം. എന്റെ പൊന്ന് അശോകേട്ടാ, സംഗതി വക്കീലാണ്, എത്തിക്സ് ഉണ്ടാവും എന്നൊക്കെ ശരിയാണ്. പക്ഷെ ഏതെങ്കിലും ഒരു സഭയിൽ ഇരിക്കുമ്പോഴേ നിങ്ങളിത് മനസ്സിൽ വെച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഇവിടുത്തെ കാര്യം എല്ലാവരോടും വിളമ്പിയാല് സംഭവം ആ വഴിക്കങ്ങ് പോകും. നമുക്ക് വലിയ പിടുത്തില്ലാത്തൊരു ഏരിയ ഇത്. നമ്മൾ തമ്മിൽ ചർച്ച ചെയ്ത് വെറുതെ ടെൻഷൻ കൂട്ടാന്നല്ലാതെ ഒരു എക്സ്പേർട്ടിനെ കാണുന്ന തന്നെയാ നല്ലത്. ജയദേവൻ സാർ വിളിച്ചായിരുന്നു, കട്ടായിപ്പോയി. നിനക്കതങ്ങ് എടുക്കായിരുന്നില്ലേ? ഞാൻ എടുത്തപ്പോഴത്തേക്ക് കട്ടായിപ്പോയി. ഒന്ന് തിരിച്ചു വിളിക്കാം. മാനേജറാ, വിളിക്കാം വാ. ലതയുടെ ഉള്ള ആഭരണങ്ങൾ മുഴുവൻ പണയത്തില. ആ തിയേറ്ററിലെ ജോലി പോയത് മുതൽ ഇതുവരെ കഴിഞ്ഞു പോയതെല്ലാം അതുമല്ല. അവൻ ആ സ്കൂളിലെ ജോലി വേണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അതിന് ഡെപ്പോസിറ്റുള്ള പൈസ കണ്ടിരിക്കുന്നത് അവൻ ലതയുടെ വീരത്തിലാണ്. ആ കാര്യം ലതയ്ക്ക് അറിയുകയും ചെയ്യാം. അതുമല്ല, ഈ വിവരം നിന്നോട് പറയാൻ അവന് നല്ല മടിയുണ്ട്. അതുകൊണ്ട് നീ തന്നെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് അവൻ എന്തെങ്കിലും ചെയ്തു കൊടുക്കണം. ഈ രണ്ടാമത്തെ കക്ഷിയില്ലേ, രണ്ടാം ഭാര്യ, അവരുടെ അടുത്ത് സോളിഡ് പ്രൂഫ് ഉള്ളത് കൊണ്ടും നിങ്ങളുടെ അടുത്ത് ഇല്ലാത്തത് കൊണ്ടും അവരൊരു നല്ല വക്കീലിനെ വെച്ചാൽ മാത്രം മതി. അടപടല അവർ അടിച്ചുകൊണ്ട് പോകാൻ സാധ്യതയുണ്ട്. അയ്യോ, അച്ഛൻ ഈ ബന്ധത്തിൽ 4 മക്കളുണ്ട്. അത് മനസ്സിലായി. ഇവിടെ 4 അവിടെ 1. അതാ ഞാൻ പറഞ്ഞത്. അവരൊന്ന് മനസ്സ് വെച്ചാല് അവര് മാത്രമാണ് ലീഗല് ഭാര്യയെന്നും നിങ്ങളൊക്കെ സെക്കൻഡറി ആണെന്ന് തെളിയിക്കാൻ അവർക്ക് പറ്റും. അല്ല, അപ്പൊ ഈ 10 വർഷത്തിന് മേലെ ഒരുമിച്ച് ജീവിച്ചതും DNA ടെസ്റ്റും അതിലൊന്നും കാര്യമില്ലേ? 10 വർഷം ഒന്നിച്ച് ജീവിച്ചെങ്കിൽ അച്ഛന് കൊള്ള രേഖയൊന്നുമില്ലല്ലോ, തെളിവാണ് വേണ്ടത് ഇവിടെ. എടോ, ഒറ്റ കാര്യം കേസിൽ ചെയ്യാൻ പറ്റുള്ളൂ. അച്ഛനെ എങ്ങനെയെങ്കിലും പറഞ്ഞ് കുപ്പിയിലാക്കി പുള്ളി മരിച്ചു പോണതിന് മുമ്പ് ഉള്ളത് സ്വന്തം പേരിൽ എഴുതി മേടിക്കാമെന്നോ, അല്ലെ കണ്ണി കണ്ടുവരുകൊണ്ട് തിന്നു. ഇതൊക്കെ അത് ബുദ്ധിമുട്ടായിരിക്കും. ആ, അത് ബുദ്ധിമുട്ടാണെങ്കിൽ പിന്നെ ഇപ്പോൾ വേറൊരു പരിപാടിയുണ്ട്. ഈ പട്ടി വൈക്കോലി കയറി കിടക്കുന്നത് കേട്ടിട്ടില്ലേ? തിന്നയില്ല തീറ്റിക്കയില്ല. ആ ഒരു പരിപാടി നമുക്ക് പിടിക്കാം. പക്ഷെ അതിലൊരു കാര്യമുണ്ട്. നിങ്ങൾക്ക് ഈ സ്വത്ത് വന്ന് ചേരുമ്പോഴേക്കും കുറേ കാലതാമസം പിടിക്കും. ചിലപ്പോൾ നിങ്ങളുടെ കാലശേഷമൊക്കെ ആയി പോകും. കുഴപ്പമുണ്ടോ? അയ്യോ, ഞങ്ങളുടെ കാലശേഷം പിന്നെ സുപ്രീം കോടതി വരെ പോകും. ഇത് ആർക്കും കിട്ടാത്തൊരു പരിപാടിയാണേ. ഞങ്ങൾ എന്നാൽ പിന്നെ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് പോയിട്ട് വരാം. മതി ആലോചിച്ചിട്ട് മതി. അച്ഛനന്ന് ആലോചിച്ചെങ്കിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നല്ല. ആലോചിച്ചിട്ട് ചെയ്താൽ മതി. പിന്നെ മറ്റേ പാർട്ടിൻ്റെ അടുത്ത് വരണമെങ്കിൽ ഞാൻ അവരുടെ കൂടെ നിൽക്കും. എന്താണെന്ന് വെച്ചാൽ അവരിൽ പേപ്പർ ഉണ്ടല്ലോ, ജയിക്കാൻ സൗകര്യം അതാണ് എനിക്ക്. പിന്നെ നിങ്ങളുടെ ഈ മൂവ്മെൻ്റ് അവരറിയാൻ നിൽക്കണ്ട. ഞാനൊരു കാര്യം പറയാം. നമ്മുടെ പാറേപ്പറമ്പിലെ തോമാച്ചാൻ്റെ ജിബി ഇല്ലേ? ജിബി ഈ ജിബി ഇവൻ്റെ സ്വത്തിൻ്റെ മുന്തിയ പങ്ക് അടിച്ച് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു പ്ലേ നടത്തി. ഇത് കുറേ കഴിഞ്ഞപ്പോൾ അവൻ്റെ പെങ്ങളും ചേട്ടന് പറഞ്ഞു. ഇവനറിയാതെ അവരൊരു മറുളയെ വെച്ച്. ഇപ്പം എന്ത് പറ്റി? ജിബി മുഴുവൻ അവർക്ക് കിട്ടി. കുടുംബവും കലങ്ങി. നാട്ടുകാർ അറിഞ്ഞിട്ടില്ലറിയുള്ളൂ. പിന്നെ നിങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി കേട്ടാ. പുറത്ത് ആരോടും പറയല്ലേ. നിങ്ങൾ ആയോണ്ട് ഞാൻ ശ്രദ്ധപ്പെടുത്തിയെന്ന് മാത്രം. ഇതൊക്കെ അനുഭവം കൊണ്ട് പറയുന്നത്. ഇതുപോലെ അച്ഛന്മാർ പലയിടത്തും ചെന്ന് കയറി എൻ്റെ ഫയലുകളാണ് ഈ പുറകിലിരിക്കണ. ഇതിൽ കോടതിയിലൊന്നും പോകേണ്ട കാര്യമില്ല. അയാളൊരു പട്ടിയും വൈക്കോലും. എൻ്റെ അച്ഛനെ സോപ്പിട്ട് മേടിക്കാൻ പറയാൻ അയാൾ വേണം. വേറൊരു കാര്യമുണ്ട് ശശിയേട്ടാ. അയാൾ പറഞ്ഞ പോലെ വീട്ടിൽ വെച്ച് ഇനി ഡിസ്കഷൻ വേണ്ട. വെറുതെ നമ്മളായിട്ട് തന്നെ ഓരോ ഐഡിയ ഇട്ട് കൊടുക്കണേ. എന്നാലും ആ ജിബിയുടെ വീട്ടിൽ ഇങ്ങനെയാണെന്ന് ആരെങ്കിലും കണ്ടാ പറയൂല്ലേ? അതിപ്പോ നമ്മുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെയാണെന്ന് കണ്ടാ പറയൂ? അല്ല, അതുമില്ല. മധുവേട്ടാ, എടാ, ഞാൻ എത്ര പ്രാവശ്യം വിളിക്കണം, നീ എന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത്? മധുവേട്ടാ, ഞാനേ ഇവിടെ കുറച്ച് ഓട്ടത്തിലായിരുന്നു. കോൾ വരുന്ന ഞാൻ കാണുന്നുണ്ടായിരുന്നു. എന്നൊന്ന് തിരിച്ചു വിളിക്കണ്ടേ? ഒരു ആവശ്യത്തിനല്ലേ വിളിക്കണത്. മധുവേട്ടാ, പറ എന്താ കാര്യം? എടാ, നീ ഓരോ സ്ഥാനത്തിരുന്നിട്ട് എല്ലാവരും വീട്ടിൽ പൂജ നടത്തി, നിന്റെ വീട്ടിൽ മാത്രം പൂജ നടത്തില്ലെന്ന് പറഞ്ഞാൽ എന്താ ഞങ്ങൾ പറയേണ്ടത്? മധുവേട്ടാ, അച്ഛന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ടേ ഒരു സ്ട്രോക്ക് വന്നു വെച്ച് പുള്ളി ഇപ്പൊ ആശുപത്രിയിൽ എത്ര ആളായി? എടാ, വെളിച്ചപ്പാട് വന്ന് അവിടെ ഒന്ന് തുള്ളിയിട്ട് പോയാ നിനക്കിപ്പോ എന്താ എത്ര പ്രശ്നം? എന്റെ ഒരു സിറ്റുവേഷൻ മധുവേട്ടാ, നിങ്ങൾ എങ്ങനെയെങ്കിലും എന്നെ ഇതിൽ നിന്നൊന്ന് ഊരിത്താ. ദേ, നീ പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് അവസാനം നീതി നൂരിയാ. എല്ലാവരും കൂടെ ഇടപെട്ടാ ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. മധുവേട്ടാ, ഞാനേ കുറച്ച് തിരക്കിലാണ്. ഞാൻ അങ്ങോട്ട് വിളിക്കുന്നുണ്ട്. എന്നാ പിന്നെ വിളിക്കാം. എടാ, വെളിച്ചപ്പാട് കൂടെ കിടക്കണേ. എങ്ങണ്ട് ഒഴിവാക്കിയില്ലേ? അതാ അച്ഛാ, ഇതെന്ത് ഗുളിക? അച്ഛൻ്റെ ഗുളിക.
അച്ഛാ ദൈവം അച്ഛൻ റെഫർ കളിക്കാൻ നിൽക്കരുത്. ഞാൻ പറയാൻ പോകുന്ന കാര്യം ഇവിടെയുള്ളവരുടെ ഭാഗത്ത് നിന്ന് മാത്രം ചിന്തിക്കണം. എടാ എന്ത് കാര്യമാണെങ്കിലും എനിക്ക് രണ്ടു കൂട്ടരുടെയും ഭാഗത്തു നിന്ന് ചിന്തിക്കാനേ നിവൃത്തിയുള്ളൂ. അച്ഛൻ ചെയ്തു വെച്ച കാര്യങ്ങൾക്ക് ഇവിടെയുള്ളവരും കൂടെ അനുഭവിക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? എടാ അവർക്ക് നമ്മളല്ലാതെ വേറെ ആരുമില്ലടാ. നമ്മളും ഇല്ല. അത് പറയാൻ ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത്. പാർട്ടീഷൻ നടക്കുന്ന സമയത്ത് നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കാത്തിരുന്നാൽ ചിലപ്പോൾ മണ്ടത്തരാകും. അതുകൊണ്ട് ഇന്ന ആൾക്ക് ഇത്രയൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ കുടുംബത്തിലുള്ളവർക്ക് മാത്രമായിട്ട് അച്ഛൻ എല്ലാം വീതിച്ചു ചേർന്ന് ഒട്ടും വൈകാതെ. അവരവിടെ ഒരു വാടക വീട്ടിലടാ താമസിക്കുന്നത്. അവർക്ക് വേറെ ഒന്നും എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അച്ഛന് തോന്നുന്ന പോലെ ഒരു സഹതാപോ ഇന്നലെ കണ്ടവരോട് ഇവിടെയുള്ളവർക്ക് തോന്നില്ല. അച്ഛൻ അതൊന്നും മനസ്സിലാക്കുക. ആർഭാടത്തിന് വേണ്ടി അല്ലല്ലോ ഇരിക്കുന്നത്. ഓരോരുത്തർക്ക് അവരവരുടേതായ ആവശ്യങ്ങളുണ്ട്. ഇപ്പോൾ വഴിമുട്ടിരിക്കുന്നത് ഗോപനാണ്. ശാന്തിക്കുള്ളതും കൊടുക്കണ്ടേ? പിന്നെ ഇപ്പോൾ ഒന്നും അറിയുന്നില്ലെങ്കിലും അരുൺ അവന്റെ ജീവിതം ജീവിച്ചു തുടങ്ങുമ്പോൾ ചോദ്യമായിട്ട് വന്നാൽ ഞാനെന്ത് പറയും? നേർവഴിക്കുള്ള പോലെ കാര്യമായിരുന്നെങ്കിൽ ആരും ഒന്നും പറയില്ലായിരുന്നു. ഈ കേസ് അങ്ങനെയൊന്നും അല്ലല്ലോ. എടാ നേർവഴിക്കല്ലാത്ത കാര്യം ചെയ്തത് ഞാൻ മാത്രമാണ്, അവരല്ല. അവർക്കായിട്ട് ഒന്നുമില്ലടാ. പാവം പിടിച്ചതാണ് ആ രണ്ടും. മാസാമാസം ഞാൻ അയച്ചു കൊടുക്കുന്നൊരു തുക കൊണ്ടാ അവിടുത്തെ കാര്യങ്ങൾ നടന്നു പോകുന്നത്. അജയന് നല്ലൊരു ജോലി ഉണ്ടായിരുന്നെങ്കിലും കുഴപ്പമില്ല. ഇതിപ്പോ അതല്ലല്ലോ അവിടുത്തെ അവസ്ഥ. ആ ജോലി ആകുന്നവരെ ഒരു മുടക്കം കൂടാതെ ആ തുക ഞാൻ അയച്ചു കൊടുക്കാം. 6 റുപ്യ ഞാൻ തരാം. എടാ അത് പക്ഷെ ഒരു പരിഹാരം ആവുന്നില്ലല്ലോ. എന്താ ആവാതിരിക്കും? അവൻ സമയമെടുത്ത് ശ്രമിച്ചോട്ടെ. നല്ലൊരു ജോലി കിട്ടുന്നവരെ ആ തുക ഞാൻ അയച്ചു കൊടുത്തേക്കാം. ഇനി നല്ലൊരു ജോലി തരപ്പെടുത്തി കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അതും നോക്കാം. അപ്പൊ അവർക്ക് അവിടെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കുകയും ചെയ്യും. ഇവിടെയുള്ളവർക്ക് മുഷിപ്പ് തോന്നുകയില്ല. എടാ പക്ഷേ അത് മതി മതി അത് മതി അത് മതി. ആ മോനെ നല്ലപോലെയൊക്കെ പഠിക്കണം കേട്ടോ. ബുക്ക് എന്തായാലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ആ ഇതാ ഓഫാക്കിയത്. അത് നീ ഓൺ ചെയ്യാൻ മറന്നായിരിക്കും. എന്നാ ഈ കാശ് ഇവിടെ വെച്ചോ. ഇതേതാ കാശ്? ഇതാ രുക്മിണിയമ്മ തന്നാ, നിന്നെ ഏൽപ്പിക്കാൻ പറഞ്ഞു. എന്തിനു? അവരോട് നിൽക്കണമല്ലേ, നമുക്ക് എന്റെ ചെലവുണ്ടാവുമല്ലോ. നാണമില്ല നിനക്ക് കാശ് മേടിക്കാനായിട്ട്? ഇവിടെ രണ്ടുപേർക്ക് ഉള്ളു നിന്ന് വെച്ച് നമുക്ക് എന്ത് ചിലവ് കാര്യമായിട്ട് കൂടാൻ പോകുന്നു? അവരിവിടെ ഗസ്റ്റ് ആയിട്ട് വന്നൊന്നുമല്ല. അച്ഛനോരോന്ന് ഒപ്പിച്ച് വെച്ചു നേരത്തെ നീ വലിയ ബാലാട്ടം കളിക്കാൻ നിന്നാലേ ഉള്ളതെല്ലാം കൂടെ മൂടോടെ വിഴുന്നോണ്ട് പോവും. കിട്ടണത് വാങ്ങിച്ചു വെക്കാൻ നോക്കണേർക്ക. വാടാ കട പോയിട്ട് വരാം. ഏട്ടാ അമ്മേനോട് പറഞ്ഞിട്ട് വരാം. വേണ്ട, നീ മറ്റേ പോയി വിളിച്ചാൽ മതി. ചേട്ടാ ഒരു 7 കിലോ പിടിച്ചോ. ചെറുതുള്ളൂ കേട്ടോ. അവസാനല്ലേ 3 പിടിച്ചോ. ആ വന്ന്. എടാ അവരെങ്ങനെയുണ്ട്? ആര്? എടാ രുക്മിണിയമ്മ മോനും. ആ അവര് കുഴപ്പമൊന്നുമില്ല ഏട്ടാ. നിങ്ങൾ ഡിസ്റ്റൻസ് ഇടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ശരിക്കും ആ മതി മതി. നമ്മൾ അവരോട് മോശമായിട്ടൊന്നും പെരുമാറിയിട്ടില്ലല്ലോ. അതില്ല. എടാ മോനെ, അച്ഛനെ കാണിച്ചതൊക്കെ നിനക്ക് സ്പോർട്സ് ആൻഡ് സ്പിരിറ്റിൽ എടുക്കാൻ പറ്റുമായിരിക്കും. ഇതിനൊക്കെ കൂടി നീയും അനുഭവിക്കേണ്ടി വരും കുറച്ച് കഴിഞ്ഞിട്ട്. കറിക്ക് മതി. പിന്നെ വേറൊരു കാര്യം, നീ ആ ചെക്കൻ്റെ അടുത്തേ കുറച്ച് തഞ്ചത്തിലൊക്കെ നിന്നാ മതി. അവനൊന്നും മനസ്സ് വെച്ചാൽ നമ്മുടെയൊക്കെ ഡപ്പി തെറിക്കാവുന്നേ ഉള്ളൂ. പക്ഷെ അവരൊക്കെ പാവങ്ങളാണ് ഏട്ടാ. എനിക്കങ്ങനെ ഉണ്ടോ തോന്നി. എന്ന് വെച്ച് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ അവിടെ കൊണ്ടുപോയി കൊട്ടണ്ട. മാങ്ങ തൊലി മറ്റുള്ളവർക്ക് വഴി ഉണ്ടാക്കി ഇപ്പൊ നമ്മൾ പരിപാടിയിലായിരിക്കും. ശശി ഏട്ടാ, ആ നമ്മളാ അവരെന്താ വിളിക്കണ്ടേ? ആര്? ആ സ്ത്രീ ഉണ്ട് ഒരു തമ്മേ. ശ്രീകണ്ഠാപുരത്തമ്മയോ? നീ ഇങ്ങനെ ഓരോന്ന് വിളിച്ച് പ്രതീക്ഷിക്കാൻ നിൽക്കല്ലേ. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേർക്ക് നേരെ കാണുമ്പോൾ പറഞ്ഞാൽ മതി. നമ്മുടെ അമ്മയൊന്നും സൈലന്റ് ആയതേ ഉള്ളൂ. ടെമ്പററി ഇരിക്കുക. വല്ല അമ്മിക്കൊണ്ടെടുത്ത് തലയിലിടും. ചേട്ടാ ആ എന്തായി ചിക്കനൊക്കെ ആണല്ലോ. വീട്ടിലെ സിറ്റുവേഷൻ ഒക്കെ മാറി എല്ലാരും ഉഷാറായ? ചിക്കൻ മേടിക്കുന്നതിലൊക്കെ എന്ത് ഉഷാറാണ്. അല്ല അച്ഛനിപ്പോ എങ്ങനെയുണ്ട്? അച്ഛന് ഭേദമുണ്ട്. ആ ഞാൻ ഒരു ദിവസം കൊണ്ട് ഇറങ്ങണമെന്ന് വെച്ചിരിക്കായിരുന്നു. ഇറങ്ങണം. ഇറങ്ങാറുമ്പോ ഞാൻ അറിയിക്കാം. ഓടിച്ചാട് കിടന്ന മനുഷ്യനല്ലേ ആള്. സൈഡായതുകൊണ്ട് ആൾക്കാരെ ഫേസ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളാ ഡോക്ടർ ഒന്ന് മാറ്റി പിടിക്കുന്നത്. എടാ ഞാനൊന്ന് പറഞ്ഞില്ലടാ ആ ആശുപത്രിയുടെ പേരെന്തായിരുന്നു? ഏത്? പ്രാർത്ഥന മേടിച്ചിട്ടാ? ആ പ്രാർത്ഥന മേടിച്ചിട്ട് ഓർമ്മയുണ്ടല്ലേ? അതൊന്ന് നോക്ക് നിങ്ങള്. അതല്ലേ നല്ലത്. അപ്പൊ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. വിളിക്കണേ. ആ ശരി. മധുട്ടാ നിങ്ങളെ ശശിയേട്ടൊന്ന് വിളിച്ചേ. എന്തിനും? അയാളെ ചിക്കനൊക്കെ മേടിച്ച് വീട്ടിൽ പോയിട്ടുണ്ട്. ചിക്കൻ മേടിച്ചിന് എന്താണ്? എന്താന്നാ അയാളെ പറഞ്ഞ അയാളുടെ വീട്ടിലത്തെ അവസ്ഥയാണ് പ്രശ്നമാണെന്നൊക്കെ എനിക്ക് ഉറപ്പാണ്. മധുട്ടാ അയാളുടെ കുടുംബം ചേർന്ന് എന്തോ ടൈപ്പ് ഒപ്പിക്കുന്നുണ്ട്. എന്റെ പൊന്നു സുഭാഷേ, നിന്റെ ഈ തൊഴുത്തുകുത്ത് സ്വഭാവം കൊണ്ട് ഇങ്ങോട്ട് വരാൻ നിൽക്കണട്ടാ.
മാധവേട്ട അങ്ങനെയല്ല. പിന്നെ ഇതിലെന്തോ പന്തിയോട് എനിക്ക് തോന്നുന്നുണ്ട്. എന്ത് ബന്ധിയിടും? പൂജലെന്നല്ല, ഒരു കാര്യത്തിൽ ആൾ കിട്ടാനില്ല, എല്ലാത്തിനും മുങ്ങിയിട്ടുണ്ട്. ആണോ? ഇവൻ പറഞ്ഞ പോലെ ആളെ വീട്ടിലെന്തെങ്കിലും നടത്തണോ എനിക്ക് അറിയില്ല. നടത്തുന്നുണ്ട്. അത് കൈയോടെ പൊക്കിയിട്ട് നിങ്ങളത് പറയാന്ന് വെച്ചിരിക്കായിരുന്നു. അല്ലെങ്കിൽ പറഞ്ഞ പോലെ എന്നെ തൊഴുത്തി കുത്തിയാക്കുമല്ലോ. ചിലപ്പോ ആക്കും. ആ ഇല്ല, ഇനി പ്രശ്നമില്ല. നിങ്ങൾ എൻ്റെ ഒപ്പം നിൽക്കാമെങ്കിൽ നമ്മൾ ഇപ്പൊ പൊളിച്ചു. നിങ്ങൾ വിളിക്കുക ചേട്ടനെ, അല്ലെങ്കിൽ വേണ്ട അവസാനെ നീ വിളിക്കും. നീ വിളിച്ചിട്ട് പറ ആ പൂജയുടെ ഡേറ്റും ടൈമും കറക്റ്റ് കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് പറയാൻ പറ. ഒന്ന് വിളിച്ചേരാ. അമ്മോയ് ഹലോ. ആ ശശേട്ടാ. ആ ഒന്നുമില്ല. എന്ന് എത്ര മണിക്കാണ് അവിടെ വന്ന് പൂജ നടത്തേണ്ടതെന്ന് ചോദിക്കാൻ വിളിച്ചതാ. ഇനി അവിടെ കൂടെ നടത്താൻ ബാക്കിയുള്ളൂ, അത് ഞാൻ ലിസ്റ്റ് കയറ്റാം. പ്രസാദ്, ഞാൻ മധുവേട്ടനോട് പറഞ്ഞിരുന്നു തൽക്കാലം എന്റെ കാര്യം നോക്കേണ്ടത്. ലിസ്റ്റ് കയറ്റിക്കോ, കാര്യങ്ങൾ മുന്നോട്ട് പോട്ടെ. അവിടെ നടത്തിയില്ലെങ്കിലും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് അറിയാം. പക്ഷെ അത് നിങ്ങളായിട്ട് തുടങ്ങി വെച്ചതാ, അതുകൊണ്ട് എന്താ അവിടെ നടത്താത്തതെന്ന് ഞങ്ങൾക്ക് അറിയണം. ഞാൻ അങ്ങോട്ട് വരാം, അവിടെ വന്ന് സംസാരിക്കാം. ആ വാ, പെട്ടെന്ന് വാ. ആഹാ ആ മാങ്ങ തൊലി. മധുവേട്ട, ഞാൻ നിങ്ങളോട് പലവട്ടം പറഞ്ഞു എന്റെ വീട്ടിലെ സാഹചര്യം നല്ലല്ല, അവിടെ ഇപ്പോൾ പൂജ നടത്താൻ പറ്റില്ല എന്ന്. സാഹചര്യം കുഴപ്പമുള്ള വീട്ടിലല്ലേ പൂജ നടത്തേണ്ടത്? ഇവനോരോന്നും പറയുന്ന കേട്ടാണ് നിങ്ങൾ എന്റെ നേരെ കുതിര കയറുന്നതെന്ന് എനിക്കറിയാം. ഇവനിതൊന്നും പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതൊക്കെ തന്നെ തോന്നുമായിരുന്നു. ഒരു സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ പറഞ്ഞ പോലെ ഒരു കാര്യങ്ങൾ ചെയ്ത് വെച്ചിട്ട് അവസാനം നിങ്ങൾ കൂട്ടാതെ അത് മര്യാദയായി തോന്നുന്നുണ്ടോ? എടാ നിന്നോട് ഇയാളുടെ അച്ഛൻ ഡിസ്ചാർജ് ആയി വീട്ടിലെത്തിയതിനു ശേഷം ഒരു മനുഷ്യനെ വീട്ടിലോട് അടുപ്പിച്ചിട്ടില്ല. അതെന്താന്ന് നോക്കി. എടാ എന്റെ വീട്ടിൽ അങ്ങനെ പലതും നടക്കുന്നുണ്ടായിരിക്കും. അത് നിന്നോട് ഇവിടെയുള്ള ആൾക്കാരോട് പറയേണ്ട കാര്യം എനിക്കില്ല, മനസ്സിലായോ? എടാ നീ വെറുതെ അവന്റെ മെക്കിട്ട് കയറാതെ ഞങ്ങൾ പറഞ്ഞാൽ എന്തെങ്കിലും കാര്യം ഉണ്ടെന്ന് നീ നിൽക്കും. കാശുണ്ടാക്കാനല്ലേ ഇതൊക്കെ തുടങ്ങി വെച്ചത്? എന്നാ പൈസ മാത്രമല്ല, ഈ പൂജ നിങ്ങളുടെ ഐഡിയ ആണ്. എന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞ പോലെ ഓരോരുത്തർ വീട്ടിൽ ഓരോന്ന് ചെയ്യിപ്പിച്ചിട്ട് നിങ്ങൾ തന്നെ പൊങ്ങുമ്പോൾ ഞങ്ങൾക്ക് നല്ല ഡൗട്ട് ഉണ്ട്, ഇതുപോലെ റിവേഴ്സ് ചെയ്യുന്ന സാധനം വല്ലതാണോ എന്ന്. എന്തോന്ന് റിവേഴ്സ്? പിന്നെ നീ മാത്രം എന്തിനാ ഇതിന്ന് മാറിക്കണത്? അങ്ങനെ സെക്രട്ടറിക്ക് അടുപ്പിലാവുന്നുള്ള ഏർപ്പാട് ഇവിടെ നടക്കില്ല. നിനക്കത് എന്തിന്റെ ക്ഷേമമാണ്? ഞാൻ കുറേ നാളായിരുന്നു തുടങ്ങിയിട്ട്. നാട്ടിൽ ഒരു കുടുംബത്തിനെ എടാ എന്താണ് ഈ കാണിക്കണത്? നാശം പിടിക്കാനായിട്ട് ഞാൻ എന്റെ സാധനം ഒഴിഞ്ഞേക്കാം, എന്നെ വഴിക്ക് വിട്ടേ. കണ്ടാ അപ്പോഴവൻ അവന്റെ വീട്ടിലോടത്തിന് കയറത്തില്ല. നീ എന്താ തേങ്ങയുടെ അവിടെ പുഴുങ്ങി വെച്ചേക്കണേ? എടാ ഞാൻ അതോട്ടാ, ഇനി ഞാൻ ഇവിടെ ശരിയാവില്ല. ഈ കമ്മിറ്റി ആയിട്ടുള്ള ഒരിടപാടും ഇനി എനിക്കില്ല. ഇനി ഈ കാര്യം പറഞ്ഞ് എന്റെ പടി ആരെങ്കിലും ചവിട്ടി, ആ ചവിട്ടി അവന്റെ മുട്ടാലെ തല്ലി ഓടിക്കും. ഓ കാണാം. എന്താണ് ഞാൻ എന്റെ വീട്ടിലേക്കില്ല. എടാ, എന്നെ ഒന്ന് പുറത്തോട്ട് ഇറക്കാവോ? ഇതിനകത്തിരുന്ന് മോരടിച്ചു. നിങ്ങൾ പുറത്തിറങ്ങി കാണിച്ചു കൂട്ടിയാനൊക്കെ ഞങ്ങൾ ഇവിടെ അനുഭവിച്ചോണ്ടിരിക്കുന്നത്. ഇനിയുള്ള കാലം നിങ്ങൾക്കൊന്നും അറിയണ്ട. ഇതിന്റെ അത് ചില്ലായിട്ടങ്ങ് ഇരുന്നാൽ മതിയല്ലോ. ഭാരം മുഴുവൻ ഞങ്ങളുടെ തലയില്ലോ. ആൾക്കാരൊക്കെ ഞങ്ങൾ നോക്കി ചിരിക്കുമ്പോൾ പേടിയാവുക. വെറുതെ ഇരിക്കുന്നതാണോ അതുപോലെ അറിഞ്ഞിട്ട് ഇരിക്കുന്നതാണോ ഓർത്തു. പിന്നെ ഓരോരുത്തന്മാരുടെ ചോദ്യങ്ങളും സംശയങ്ങളും ഇതൊക്കെ കൂടെ വൈകാതെ പൊട്ടിത്തെറിക്കുന്നുള്ള ഉറപ്പാ. അധികം താങ്ങാനുള്ള ത്രാണിയില്ലാത്തതുകൊണ്ട് ചോദിക്കുക, ഇനി നിങ്ങളുടെ കയ്യിൽ പൊട്ടിക്കാൻ ബോംബ് വല്ലതും ബാക്കിയുണ്ടോ?